പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്ത് കർത്തൃപാദപീഠത്തിലിരുന്ന് തിരുമുഖത്തേക്ക് നോക്കി തിരുവചനം കേട്ട് ധ്യാനിപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന കർത്താവിനെ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ തൃപ്പാദപീഠത്തിലിരിക്കുമ്പോൾ സ്നേഹവാനായ ദൈവം നമുക്ക് വേണ്ടി ചില ആലോചനകൾ പങ്കിടുന്നുണ്ടല്ലോ. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കേണ്ടതിന് വേണ്ടി വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായം 16, 17, 18 തിരുവചനങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പോസ്തലനായ പൗലോസ് വളരെ ഗഹനമായ, വളരെ മനോഹരമായ ഒരു ആധ്യാത്മിക ചിന്ത ഇവിടെ അവതരിപ്പിക്കുകയാണ്. പുറമേയുള്ളവൻ ക്ഷയിക്കുന്നു, അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം. ഈ പുറമേയുള്ളവൻ എന്ന് പറയുന്നത് ഈ ശരീരത്തെക്കുറിച്ചാണ്. അകമേയുള്ളവൻ എന്ന് പറയുന്നത് ഈ ശരീരത്തിനകത്ത് താമസിക്കുന്ന ഞാൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്നതിനെക്കുറിച്ചാണ്. അകമേയുള്ളവനാണ് ശരിക്കും ഉള്ളവൻ, പുറമേയുള്ളവൻ ഒരു ബാഹ്യരൂപം മാത്രമാണ്. അകമേയുള്ളവനെ പാർക്കാനുള്ള കൂടാരമാണ് പുറമേയുള്ളവൻ. പക്ഷെ നാം കാണുന്നത് പുറമേയുള്ളവനെയാണ്. പുറമേയുള്ള രൂപത്തെ കണ്ടിട്ട് അതാണ് ഞാനെന്ന് പറഞ്ഞാൽ അതല്ല ഞാൻ. ഈ രൂപക്കൂടിനകത്ത് പാർക്കുന്നു ഞാൻ, ഇതിൻ്റെ ഉള്ളിലാണ് എൻ്റെ പാർപ്പ്. ഞാൻ എന്താണെന്ന് എൻ്റെ രൂപം പറയുന്നില്ല. ഞാൻ എന്താണെന്ന് എൻ്റെ അകത്തെ മനുഷ്യനെ മനസ്സിലാക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, പലരും പറയാറുണ്ടല്ലോ, കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പുറം പോലെ തന്നെയാണ് അകവുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ ഈ ആളെ എൻ്റെ പങ്കാളിയാക്കിയത്. പുറമേ കാണുന്നത് ഒന്നും അകത്തില്ലെന്ന് അകം കണ്ടപ്പോഴാണ് അറിഞ്ഞത് അത് ഒരുപാട് മോശമാണെന്ന്. ഒരു കൂട്ടർ അങ്ങനെ പുറമേയുള്ള സൗന്ദര്യം കണ്ട് അകമേയുള്ള ആളെ അറിയാതെ പുറമേയുള്ള ആളെ വേളി കഴിച്ചിട്ട് നിത്യസങ്കടത്തിൽ കാലം കഴിക്കുന്നുണ്ട്. അവരുടെ സങ്കടം ഒതുങ്ങുന്നില്ല. ഇനി മറുവശമുണ്ട്. പുറമേ അത്ര അഴകൊന്നും കാണാതിരുന്നത് കൊണ്ട് പലരും വേണ്ടെന്ന് വെച്ച ഒരാളെ, പുറമേയുള്ള അഴകെനിക്ക് ബാധകമല്ല, അകമേ നല്ലൊരാൾ ഉണ്ടാകണമെന്ന് നനച്ച് സ്വന്തമാക്കി കഴിഞ്ഞിട്ട് പിന്നത്തേതിൽ പറഞ്ഞത് പുറം എങ്ങനെ ഇരുന്നാൽ എന്താ, അകമെത്ര സുന്ദരം, ഉള്ളിലെ എത്രമാത്രം മനോഹരമായി ചിന്തിക്കുന്നു. സത്യത്തിൽ ഈ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് പുറമേ കാണുന്ന ബാഹ്യരൂപത്തിൻ്റെ അടയാളപ്പെടുത്തലല്ല, അകമേയുള്ള മനുഷ്യൻ്റെ നല്ല ഭാവങ്ങളാണ്. പുറമേ സുന്ദരന്മാരും സുന്ദരികളുമായ എത്രയോ പേർ തികഞ്ഞ അഹങ്കാരികളും ധാർഷ്ട്യക്കാരും ധിക്കാരികളും വഴക്കാളികളും കുഴപ്പക്കാരുമാണ്. എല്ലാവരും അല്ലതാനും. പുറമേ പോലെ തന്നെ അകമേയും വളരെ ഭവ്യതയും വിനയവും സൗന്ദര്യവുമുള്ള ആളുകളുണ്ടല്ലോ. എന്നാൽ ചില ആളുകൾ പുറമേ കാണാൻ ഒരു അഴകുമില്ലാത്തവരാ, പക്ഷേ അകം എത്ര സുന്ദരം. സ്നേഹം കൊണ്ട്, വിനയം കൊണ്ട്, താഴ്മ കൊണ്ട്, സഹിഷ്ണുത കൊണ്ട് ഒക്കെ നിറഞ്ഞിരിക്കുന്ന, ബഹുമാന ആദരവുകൾ ഒരുപാട് പ്രകടിപ്പിക്കുന്ന വിനയാന്വിതരായ മനുഷ്യർ. എല്ലാവരും അങ്ങനെയല്ല. പുറം പോലെ തന്നെ അകവും വളരെ മ്ലേച്ഛമായി, അല്ലെങ്കിൽ വളരെ ഹീനമായി, വളരെ കാർക്കശ്യത്തോടെ, വളരെ ധിക്കാരത്തോടെ, വളരെ വളരെ മോശമായി ചിന്തിക്കുന്നവരുമുണ്ട്. പുറം കൊണ്ടൊരാളുടെ അകമളക്കാൻ കഴിയില്ല. നിശ്ചയം നല്ലതായാലും തീയതായാലും അങ്ങനെ അളക്കാൻ കഴിയില്ല. പക്ഷേ അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നത് പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യനും തമ്മിലുള്ള താരതമ്യമാണ് എന്ന് നാം ചിന്തിക്കരുത്. പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കട്ടെ, ക്ഷീണിക്കട്ടെ, അവനെയല്ല ശ്രദ്ധിക്കേണ്ടത്. അവൻ ക്ഷീണിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. അകമേയുള്ള മനുഷ്യൻ പോഷിപ്പിക്കപ്പെടണം.
അതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. ഇതാണ് അപ്പോസ്തലൻ നമുക്ക് തരുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ചിന്ത. എൻ്റെ അല്ലെങ്കിൽ ഉള്ളിലെ ഞാൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം, റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ എൻ്റെ ഉള്ളിലെ അവസ്ഥ എപ്പോഴും പരിശോധിക്കണം. പുറം ഞാൻ എന്നും കഴുകുന്നുണ്ട്, ഞാൻ കുളിക്കുന്നുണ്ട്, പൗഡർ പൂശുന്നുണ്ട്, അല്ലെങ്കിൽ എണ്ണ തൂക്കുന്നുണ്ട്, ഞാൻ മുടി ചെയ്യുന്നുണ്ട്, നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്, പുറമേയുള്ള മോടികളെല്ലാം ഭംഗിയാക്കി തീർക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആകമേ ഒരു കാര്യവും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അകമേയുള്ള മനുഷ്യനെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പുതുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം, ഞാൻ തിരുവചനം ധ്യാനിക്കണം, ഞാൻ ഏകാന്ത ധ്യാനത്തിലിരിക്കണം, ഞാൻ എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലിരിക്കണം, ഞാൻ എപ്പോഴും ദൈവാഭിമുഖ്യത്തിലിരിക്കണം. അങ്ങനെ എൻ്റെ അകത്ത മനുഷ്യനെ കളങ്കം കൂടാതെ, കറ കൂടാതെ, വക്രത കൂടാതെ, തെറ്റുകൂടാതെ, തിന്മ കൂടാതെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയണം. പുറമേയുള്ള ശരീരത്തെ പോഷിപ്പിച്ചും അതിനെ മനോഹരമായി വേഷമണിയിച്ചും അത് അലങ്കരിക്കുന്ന നമ്മൾ അകമയുള്ള മനുഷ്യൻ്റെ പോഷണവും വളർച്ചയും പലപ്പോഴും മറന്നുപോകുന്നു. അപ്പോസ്തലനായ പൗലോസ് അടിവരയിട്ട് പറയുന്നത്, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകട്ടെ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ജരാനരകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഊർജം നഷ്ടപ്പെടുമ്പോൾ, അതുമല്ലെങ്കിൽ സൗന്ദര്യം കുറഞ്ഞു പോകുമ്പോൾ നിങ്ങളതേക്കുറിച്ച് ഒരിക്കലും ആശങ്കാകുലരാകണ്ട. നിങ്ങളതേക്കുറിച്ച് ആശങ്കാകുലരാകുന്നുവെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ പുറമേയുള്ള മനുഷ്യനിലാണ്. അകമയുള്ള മനുഷ്യനിൽ ശ്രദ്ധ വയ്ക്ക്. അവനെ നാൾതോറും വൃത്തിയുള്ളവളാക്കി നിർത്ത്. അകമയുള്ള മനുഷ്യനെ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക, അതിനെ ശക്തീകരിക്കുക, അതിനു വേണ്ട ഊർജം കൊടുക്കുക, അതിനു വേണ്ട ആഹാരം കൊടുക്കുക, അതിനു വേണ്ട ആത്മീക പാനീയം കൊടുക്കുക, അതിനെ എപ്പോഴും ഊർജ്ജസ്വലമായി നിർത്ത്. പുറമേയുള്ളവൻ തളരുമ്പോൾ അകമയുള്ളവൻ വളരട്ടെ, അതാണ് പ്രധാനം എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അകമയുള്ള മനുഷ്യൻ ഉണർന്ന് വളർന്ന് പുലർന്ന് പൂർണ്ണതപ്പെടേണ്ടതായിട്ടുണ്ട്. നിർഭാഗ്യാവശാൽ നമ്മളെല്ലാവരും പുറമേയുള്ള മനുഷ്യനെ മാത്രം ശ്രദ്ധിക്കുന്നു. അകമയുള്ള മനുഷ്യൻ മരിച്ചാലും വേണ്ടില്ല, തളർന്നാലും വേണ്ടില്ല, ചലിച്ചില്ലെങ്കിലും വേണ്ടില്ല, അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ശരിക്കും ആധ്യാത്മിക ജീവിതം ഈ അകമയുള്ള മനുഷ്യൻ്റെ വളർച്ചലാക്കി ഉള്ളതാണ്. അത് മറക്കുന്നിടത്ത് നാം നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല നാളുകൾ വെറുതെ നഷ്ടപ്പെടുത്തുന്നു എന്ന് തിരിച്ചറിയണം. അപ്പോസ്തലൻ പറയുന്നു, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം സഹിക്കുന്നത് നല്ലതാണ്. ഈ കഷ്ടങ്ങളെല്ലാം ശരീരത്തിന് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അകത്ത മനുഷ്യൻ കൂടുതൽ കൂടുതൽ ബലപ്പെടുകയത്രേ ചെയ്യുന്നത്. ഈ കഷ്ടങ്ങളെല്ലാം ഒരു മനുഷ്യനെ കുറെ കൂടെ ക്ലാരിറ്റിയുള്ള ആളാക്കി മാറ്റും. പുറമേ സഹിക്കുന്ന കഷ്ടം താൽക്കാലികമാണെന്നാണ് പറഞ്ഞത്, അത് ലഘുവാണെന്ന്. അകമേയുള്ള മനുഷ്യൻ കഷ്ടത്തിലായാലത്തെ അവസ്ഥയോർത്തെ പിന്നെ നമുക്ക് എന്താണ് ജീവിതത്തിലൊരു ലാഭമുള്ളത്, നേട്ടമുള്ളത്, പുരോഗതിയുള്ളത്? അകമേയുള്ള മനുഷ്യനാണ് ഊർജ്ജസ്വലനായിരിക്കേണ്ടത്. അവൻ തളരാൻ പാടില്ല. പുറമേയുള്ള ശരീരത്തിലെ കഷ്ടമൊന്നും സാരമില്ലെന്ന് അപ്പോസ്തലൻ നമ്മോട് പറഞ്ഞു വയ്ക്കുകയാണ്. അകമേയുള്ള മനുഷ്യന് ഒരു വലിയ സൗഭാഗ്യം കാത്തിരിക്കുന്നുണ്ട്. അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ലഭിക്കാൻ വേണ്ടിയാണ് അകമയുള്ള മനുഷ്യൻ പുതുക്കപ്പെടേണ്ടത്. നിത്യതയിൽ പരമാനന്ദം കൊള്ളേണ്ടത് അകമയുള്ള മനുഷ്യൻ്റെ നിലവാരമനുസരിച്ചാണ്. അകമയുള്ള മനുഷ്യൻ ആ നിത്യജീവന് വേണ്ടത് കരുതിയിട്ടില്ലെങ്കിൽ, കളങ്കം പറ്റാതെ സൂക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, കേടുപറ്റാതെ കരുതപ്പെട്ടിട്ടില്ലെങ്കിൽ, നിരന്തരം കഴുകപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ നിത്യതേജസ്സിൻ്റെ ഘനം നഷ്ടപ്പെട്ടു പോകും. പുറമേയുള്ള മനുഷ്യനിൽ ഏകാഗ്രതപ്പെടുന്നവർ അത് നശിക്കുന്നതോടുകൂടെ പ്രത്യാശയില്ലാത്തവരായി മാറും. അകമയുള്ള മനുഷ്യനെ പരിപോഷിപ്പിക്കുന്നവർ നിത്യതേജസ്സിൻ്റെ ഘനമോർത്ത് ആനന്ദിക്കും. ഭൗമലോകത്തിനപ്പുറത്തുള്ള ഒരു കാഴ്ചപ്പാട് ഒരു വിശ്വാസിക്ക് അനിവാര്യമാണെന്ന്, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാനമെന്ന് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ക്രിസ്തുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വാഗ്ദാനം എന്താ? ഞാൻ പോകുന്നത് എല്ലാ കാലത്തേക്കുമല്ല, ഞാൻ പോകുന്നത് താൽക്കാലികമായിട്ടാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി വാസഗേഹം ഒരുക്കാനാണ്. ഞാൻ പോയി ഒരുക്കിക്കഴിഞ്ഞാൽ ഞാനായിരിക്കുന്നിടത്ത് എന്നോടുകൂടെ നിങ്ങൾക്കുള്ള സ്വന്തം വാസഗേഹത്തിൽ നിങ്ങളെയും കൊണ്ടുപോയി ചേർക്കാൻ ഞാൻ വീണ്ടും വരും. പ്രിയപ്പെട്ടവരെ, ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശിക്കാൻ കഴിയില്ല. അകത്ത മനുഷ്യനാണ് അവിടെ ചെല്ലേണ്ടത്. ഈ ശരീരമോ തേജസ്കരണം പ്രാപിച്ച് അകത്ത മനുഷ്യനോടുകൂടെ മഹത്വപ്പെട്ട് നിത്യതയിൽ ചെല്ലേണ്ടതാണ്.
യേശു പോയതുപോലെ വീണ്ടും വരും. അവൻ വരുന്നത് വെറുതെയല്ല, എന്തെങ്കിലും തന്നിട്ട് പോകാനല്ല. കിരീടം ധരിപ്പിച്ച് പാണീയഗ്രഹണം ചെയ്ത മാറോട് ചേർത്ത് കൂടെ കൊണ്ടുപോയി മണവറയിൽ കൂടെ പാർപ്പിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ സൗഭാഗ്യമാണ്! അതുകൊണ്ട് നാം എപ്പോഴും ശ്രദ്ധിക്കണം. നശിച്ചു പോകുന്ന ഭൗമലോകത്ത് നശ്വരമായ ജഡശരീരത്തിൻ്റെ പോഷണത്തിനു വേണ്ടി, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അതിൻ്റെ സൗന്ദര്യത്തിനു വേണ്ടി ആയുസ് പാഴാക്കാതെ അനശ്വരമായ നിത്യതയിൽ ആത്മാവ് നിത്യാനന്ദം കൊള്ളുവാൻ, ദൈവത്തോടു കൂടെ മഹത്വത്തിൽ വാഴുവാൻ ഉള്ളിലെ മനുഷ്യനെയാണ് പരിപോഷിപ്പിക്കേണ്ടത്. അത് സംബന്ധിച്ച് കൂടുതൽ ആഴമേറിയ ചിന്തകൾ ഈ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വരച്ചു വയ്ക്കുന്നുണ്ട്. 1 മുതൽ 9 വരെ തിരുവചനങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലൻ പറയുന്നു, കൂടാരമാകുന്ന ഈ ഭൗമഭവനം, ഈ മൺകൂടാരമാകുന്ന ശരീരത്തെക്കുറിച്ചാണ് ആ വാക്ക്. ഇത് അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ ഉണ്ട് എന്ന് അറിയുന്നു. എത്ര മനോഹരമായൊരു അറിവാണ്! നമ്മിൽ എത്ര പേർക്ക് ഈ അറിവുണ്ട്? എത്ര പേർക്ക് ഇത് ബോധ്യമുണ്ട്? എത്ര പേര് ഇത് അംഗീകരിച്ചിട്ടുണ്ട്? ഈ ശരീരം അഴിഞ്ഞു പോകാനുള്ളതാണ്. ഇതേക്കുറിച്ച്, അഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. നിത്യഭവനമായൊരു കെട്ടിടം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതാണ് വാഗ്ദത്തം. അത് പൗലോസ് അപ്പോസ്തലൻ അറിയുന്നു എന്നാണ് പറഞ്ഞത്. ഈ കൂടാരത്തിൽ, ഈ മൺകൂടാരത്തിൽ, ഈ ശരീരത്തിനകത്ത് ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായി ഇരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം ഇതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗീയമായ പാർപ്പിടം ഇതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. അപ്പോൾ എത്ര മനോഹരമായി നാം ആ പാർപ്പിടം ഇനിയും പ്രാപിക്കും. ഇതിനു പുറമെ ശരിയായ വാസഗേഹം ഈ കാണുന്ന ശരീരമല്ല, ഇതിനു മുകളിൽ വരാൻ പോകുന്ന തേജസ്സിൻ്റെ ഒരു മഹത്വകരമായ വാസഗേഹമുണ്ടെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഉരിവാനല്ല, ഇതിന് മീതെ ധരിപ്പാൻ. ഇതിനകത്തിരിക്കുമ്പോൾ ഞരങ്ങുന്നു, ഭാരപ്പെടുന്നു. ഈ മീതെയുള്ളത് ധരിപ്പാൻ ഭാഗ്യം കിട്ടുന്നത് വരെ ഈ ജഡത്തിലെ വാസം ക്ലേശകരം തന്നെയാണ്. എന്നാൽ ഇതിന് പുറമേ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന കൈപ്പണിയല്ലാത്ത ആ വാസഗേഹം വന്ന് പൊതിയപ്പെടുമ്പോൾ എന്തു വലിയ തേജസ്, എന്തു വലിയ പരമാനന്ദം! ഈ ശരീരത്തിൻ്റെ പദാർത്ഥമയമായ അവസ്ഥ മാറുകയും ഇത് തേജസ്കരണം പ്രാപിക്കുകയും ഇതിനു പുറമേ കർത്താവ് ഒരുക്കുന്ന സ്വർഗീയ വാസഗേഹം നാം ധരിക്കുകയും ചെയ്യുന്ന ഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ചാണ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ശരിക്കും ഈ ഒരുക്കം പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിനെ വിളിക്കാൻ പറ്റിയ മനോഹരമായ പേരാണ് സഭയെന്ന മണവാട്ടിയെ ഒരുക്കുന്ന ബ്യൂട്ടീഷ്യൻ. സഭയെന്ന മണവാട്ടിയെ കളങ്കം പറ്റാതെ, കറയില്ലാതെ, ചുളുക്കമില്ലാതെ, വാട്ടമില്ലാതെ, മാലിന്യമില്ലാതെ അപ്പോഴപ്പോൾ പരിപൂർണമായും വിശുദ്ധീകരിച്ച് അണിയിച്ചൊരുക്കി മണവാളന് കാഴ്ചവെക്കാൻ ബ്യൂട്ടീഷ്യൻ്റെ പണിയെടുക്കുന്ന മനോഹരമായ ഒരിടപെടലാണ് പരിശുദ്ധാത്മാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ആചാരമായി തന്നിരിക്കുന്ന ദൈവമാണ് നമ്മുടെ സ്വർഗവാസഗേഹത്തിന് നമുക്ക് ഉറപ്പ് തരുന്നത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോട് അകന്ന പരദേശികളായിരിക്കുന്നുവെന്നറിയുന്നു. ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിൽ നിന്ന് അല്പം ദൂരെയാണ് എന്ന് വച്ച് പരദേശികളെന്ന നിലയിൽ ഞങ്ങൾ ഒട്ടും ഭാരപ്പെടുന്നില്ല, ഞങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? കാഴ്ചയാലല്ല, വിശ്വാസത്തിലത്ര ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ ഇരിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ധൈര്യപ്പെടുക, ശരീരം വിട്ടാൽ കർത്താവിനോട് കൂടെ ഇരിക്കാം. അകത്ത മനുഷ്യൻ തേജസ്കരിക്കപ്പെടട്ടെ, അകത്ത മനുഷ്യൻ ഉണർവുള്ളവനാകട്ടെ,
അകത്ത മനുഷ്യൻ ഒരുക്കമുള്ളവനാകട്ടെ, അകത്ത മനുഷ്യൻ കളങ്കമില്ലാത്തവനാകട്ടെ, അകത്ത മനുഷ്യൻ കർത്താവിനോട് ചേരും. ധൈര്യപ്പെടുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ശരീരം വിട്ടാൽ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ അവനോട് ചേരും. ശരീരം വിട്ടാൽ പിന്നെ മഹത്വമാണ്, പിന്നെ ആനന്ദമാണ്. ആർക്ക്? ഉള്ളിലെ മനുഷ്യനെ ഉണർത്തി പ്രോത്സാഹിപ്പിക്കുന്നവർക്ക്, ഒരുക്കി നിർത്തുന്നവർക്ക്, അവർക്കാണ് ഈ ഭാഗ്യം ലഭിക്കുക. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുപ്പാൻ എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് ഓർക്കുവാൻ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൂടെ ഇതോട് ചേർത്ത് വയ്ക്കണം. അപ്പോൾ ഈ ശരീരത്തെയല്ല നാം പോഷിപ്പിക്കേണ്ടത്, ഇതിനു വേണ്ടിയല്ല നാം പരിശ്രമം ചെയ്യേണ്ടത്, ഇതിനെയല്ല നാം അലങ്കരിച്ച് സൂക്ഷിക്കേണ്ടത്. ഇത് നാൾക്ക് നാൾ ക്ഷയിക്കട്ടെ, ഇതിൻ്റെ സൗന്ദര്യം കുറഞ്ഞു പോകട്ടെ, പക്ഷേ അകത്ത മനുഷ്യൻ വളരട്ടെ, അകത്ത മനുഷ്യൻ സുന്ദരനാകട്ടെ, സുന്ദരിയാകട്ടെ, അകത്ത മനുഷ്യൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടട്ടെ. ഭാഗ്യാവശാൽ ഇന്ന് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭൗമലോകത്ത് ഒതുങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മീയമായ വലിയ കാഴ്ചപ്പാട് പ്രാപിപ്പാൻ മനുഷ്യന് കഴിയുന്നില്ല. ലോകത്ത് ജീവിക്കുന്ന മഹാഭൂരിപക്ഷം പേരും ആത്മീയരാണെന്ന് അവകാശപ്പെടുന്നവർ പോലും ഈ ഭൗമലോകത്തിനപ്പുറത്തുള്ള കാഴ്ച കാണുന്നില്ല, അത് ലാക്കാക്കുന്നില്ല. പലപ്പോഴും ഭൗമലോകത്തെ സ്വത്ത് സമ്പാദനം, ഭൗമലോകത്തെ ആഡംബരം, ഭൗമലോകത്തെ അധികാരങ്ങൾ, ഭൗമലോകത്തെ നേട്ടങ്ങൾ, ഈ ലോകത്തുള്ളതായ എല്ലാ ഭൗതിക വളർച്ചകളും, ഇതാണ് പലപ്പോഴും ആത്മീയരുടെ പോലും ലാക്ക്. ഈ ശരീരത്തെ സംതൃപ്തിപ്പെടുത്താൻ ജഡലോകത്തിൻ്റെ നേട്ടങ്ങളും ലാഭങ്ങളും മനസ്സിലുറപ്പിച്ച് ആത്മീയതയെപ്പോലും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നവർക്ക് ശരിക്കും ആത്മലോകത്തെക്കുറിച്ച് ഒരു കാഴ്ചയോ കാഴ്ചപ്പാടോ ഇല്ലെന്ന് വരുന്നു. ഈ കാലഘട്ടത്തിൽ സാധാരണ നിലയിൽ ആളുകൾ പ്രസംഗിക്കാത്ത, വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു വിഷയമാണിപ്പോൾ നാം ചർച്ച ചെയ്യുന്നത്. ഇന്ന് യോഗസ്ഥലങ്ങളിൽ, ധ്യാന കേന്ദ്രങ്ങളിൽ, അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ വലിയ വലിയ സമ്മേളനങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഭൗതിക അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവത്തെക്കുറിച്ചാണ്. ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു, വിദേശത്ത് പോകാൻ വിസ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുണ്ടായി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു, ഭവന നിർമ്മാണം നടക്കാൻ പ്രാർത്ഥിക്കുന്നു, ബിസിനസ് പുരോഗമിക്കാൻ പ്രാർത്ഥിക്കുന്നു, ബിസിനസ് നന്നായി നടക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വക വിഷയങ്ങളൊക്കെ കർത്താവ് അനുഗ്രഹിച്ച് ചെയ്യുന്നത് വേദപുസ്തകത്തിൽ നിന്ന് എടുക്കുന്നു. രോഗസൗഖ്യത്തെക്കുറിച്ച് മണിക്കൂറുകളോളം പ്രസംഗിക്കുന്നു, രോഗസൗഖ്യം നൽകുന്ന ദൈവത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ലഭിക്കുമ്പോഴും സ്വർഗം ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, അവിടെ ചെല്ലാൻ വേണ്ടി മനുഷ്യനെ ഒരുക്കുന്നില്ലെങ്കിൽ, അതിനുവേണ്ടി മനുഷ്യനെ പ്രബോധിപ്പിക്കുന്നില്ലെങ്കിൽ, അതിനുവേണ്ടി മനുഷ്യൻ്റെ ഉള്ളിലെ ആളെ ഉണർത്തുന്നില്ലെങ്കിൽ, സ്വർഗം സ്വപ്നം കാണാൻ മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ, യേശുക്രിസ്തു വിഭാവനം ചെയ്ത രക്ഷ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സാർത്ഥകമായി തീർന്നിട്ട് മണവറി ഒരുക്കാൻ പോയവൻ മടങ്ങി വരുമ്പോൾ കൂടെ പറക്കാൻ ഇവിടെ ആളില്ലാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഈ ലോകമാണ് ഞങ്ങൾക്ക് വലുത്, ഇവിടുത്തെ സമ്പാദ്യവും ഇവിടുത്തെ നേട്ടങ്ങളും ഇവിടുത്തെ സുഖങ്ങളും ഇവിടുത്തെ വളർച്ചയുമാണ് ഞങ്ങൾക്ക് വലുത്, ഞങ്ങൾക്കിതിനപ്പുറത്ത് കാഴ്ചപ്പാടൊന്നുമില്ല, ഭൗമലോകത്തിനപ്പുറത്ത് ഞങ്ങൾക്ക് ദർശനങ്ങളില്ല, സ്വർഗമെന്നുള്ളത് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇവിടെയാണ് ഞങ്ങൾ കാണുന്ന സ്വർഗമെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ കർത്താവിനോടുകൂടെ പറക്കുകയില്ലല്ലോ. ഒരു കാലഘട്ടത്തിൽ വന്നു പറ്റിയ വലിയ അപജയമാണിത്. യേശുക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നത് ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയായി മാറുമ്പോൾ, യേശുക്രിസ്തു സത്യത്തിൽ ക്രൂശിലർപ്പിച്ച പരമയാഗത്തിൻ്റെ വില ഇവിടെ തുച്ഛീകരിക്കപ്പെടുകയോ തമസ്കരിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഭൗമലോകത്തിനപ്പുറത്തൊരു കാഴ്ചയുണ്ടാകണം. ആ വലിയ കാഴ്ചയാണൊരു ദൈവ പൈതലിനെ ഈ ലോകത്തെ കഷ്ടങ്ങളിൽ, ക്ലേശങ്ങളിൽ, ദുഃഖങ്ങളിൽ, നൊടിനേരത്തേക്കുള്ള ലഘുവായ സങ്കടങ്ങളിൽ ബലപ്പെടുത്തി നിർത്തേണ്ടത്. ഇതിൻ്റെ പ്രത്യേകത, ആരുമൊന്നും സഹിക്കാൻ തയ്യാറല്ല. ഒരു സഹനങ്ങൾക്കും ആളുകൾക്ക് താല്പര്യമില്ല. സഹനങ്ങൾ തീർന്നു കിട്ടാനും കഷ്ടത മാറിക്കിട്ടാനും പ്രതിസന്ധി ഒഴിഞ്ഞു കിട്ടാനുമൊക്കെ ആളുകൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കഷ്ടതയും ദുഃഖവും ഞെരുക്കവും വേദനയുമൊക്കെ
എൻ്റെ ജീവിതത്തിൽ നിത്യതയിൽ ഞാൻ കാണേണ്ട വലിയ സ്വപ്നങ്ങൾക്കുള്ള എനിക്കുള്ള സാധ്യതകളാണ് എന്ന് വിലയിരുത്തുവാൻ ആരും ജനത്തെ പഠിപ്പിക്കുന്നില്ല. എല്ലാം മാറും, എല്ലാം മാറും, ഇവിടെയാണ് സ്വർഗം, എല്ലാം മാറും, കഷ്ടതയൊന്നും സാരമില്ല, ഈ കഷ്ടതയൊക്കെ മാറിക്കിട്ടും, പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ ഞങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുക എന്ന് പഠിപ്പിക്കുമ്പോൾ അതാണോ ദൈവഹിതമെന്ന് ചിന്തിക്കണം. കഷ്ടത സാരമില്ല, കഷ്ടത എവിടെ ഇരിക്കട്ടെ, കഷ്ടതയിൽ നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാം, നിത്യതയെ സ്വപ്നം കാണുക, അവിടെ പോകാനായിട്ട് ഒരുങ്ങുക, അത് മനസ്സിൽ ഉറപ്പിക്കുക, അതിനെ കണ്ട് പുഞ്ചിരി തൂക്കുക. അവിടെ ഒരു നല്ല വാസസ്ഥലമുണ്ട്, അവിടെ ഒരു നല്ല ആനന്ദമുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തെ കഷ്ടം സാരമില്ല, ക്ലേശം സാരമില്ല, രോഗം സാരമില്ല, ക്യാൻസർ സാരമില്ല, പ്രതിസന്ധി സാരമില്ല. അപ്പുറം കടന്നെത്താൻ എന്തെങ്കിലും ഒരു കാരണം വേണം. അതുകൊണ്ട് ദൈവം തന്ന ഒരു കാരണമാണിത് എങ്കിൽ അപ്പുറം കടക്കാനുള്ള ഒരവസരമാണിത് എന്ന് തിരിച്ചറിഞ്ഞ് അപ്പുറത്തെ കണ്ട് ആനന്ദിക്കുക, നിത്യതയെ സ്വപ്നം കാണുക. അതാണ് രോഗശൈലിയിൽ കിടക്കുന്ന ഒരാൾ ഉള്ളിൽ ഏറ്റുവാങ്ങേണ്ട പ്രബോധനം. എന്ന് വെച്ചാൽ ലോകത്ത് രോഗസൗഖ്യമില്ലെന്നോ രോഗസൗഖ്യം വേണ്ടെന്നോ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നോ അല്ല. വ്യക്തമായ ബോധമുണ്ടാകണം നമുക്ക്. ഭൗമലോകത്തിനപ്പുറത്ത് നിത്യതയിൽ എനിക്കും ഒരിടമുണ്ട്, ഞാൻ ഒരുങ്ങണം, ഞാൻ എന്നെ ഒരുക്കണമെന്ന കാഴ്ചപ്പാട്. ജഡത്തിൽ വസിക്കുന്ന കാലം ഒരു ദൈവ പൈതലിന് കഷ്ടമുണ്ട്. കഷ്ടമില്ലാത്ത ഒരു കാലമാണ് ആരെങ്കിലും ഇച്ഛിക്കുന്നതെങ്കിൽ, അന്വേഷിക്കുന്നതെങ്കിൽ അത് മഠയത്തരമാണ്. ജഡത്തിൽ വസിക്കുന്ന കാലത്ത് ഒരു ദൈവ പൈതലിന് കഷ്ടമുണ്ട്, വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്. അത് ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇതെല്ലാ കാലത്തേക്കുമുള്ളതല്ല പ്രിയപ്പെട്ടവരെ. ഈ കഷ്ടം എല്ലാ കാലത്തേക്കുമുള്ളതല്ല, അത് താൽക്കാലികമാണ്, അല്പകാലത്തേക്കേ ഉള്ളൂ. എന്നാൽ അസ്തമിക്കാത്ത ഒരു കാലം പരമാനന്ദത്തിന് നമുക്ക് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് പറന്നു കയറാനുള്ള ഒരുക്കമാണ് ദൈവമക്കളിൽ ഉണ്ടാകേണ്ടത്. ദൈവമക്കളെ, വേദനയിൽപ്പെട്ട് ഞരങ്ങുന്നവരെ സമാധാനിക്കുക, രോഗശൈലിയിൽ കിടക്കുന്നവരെ സമാധാനിക്കുക, പരാജയഭീതിയിൽ കിടക്കുന്നവരെ സമാധാനിക്കുക, കഷ്ടത്തിൽ കിടക്കുന്നവരെ സമാധാനിക്കുക. ഭൗമലോകത്ത് തീരുന്നില്ല നമ്മുടെ ജീവിതം. നിത്യതയിൽ പരമാനന്ദം കാത്തിരിക്കുന്നുണ്ട്. ഭാവിയെക്കുറിച്ച് സുന്ദര സ്വപ്നങ്ങൾ കാണുക. ഒരു പക്ഷേ നാളുകളായി രോഗശൈലിയിൽ കിടക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകണം. നിങ്ങൾ സത്യമായിട്ടും സന്തോഷിക്കുക, പുഞ്ചിരി തൂകുക, നിരാശപ്പെടരുത്, സ്വയം ശപിക്കരുത്, അടുത്ത് നിൽക്കുന്നവരെ നിങ്ങൾ വേദന മുറിവേൽപ്പിക്കരുത്, അവരോട് മോശം വാക്കുകൾ സംസാരിക്കരുത്, നിങ്ങൾ സ്വയം ശപിക്കരുത്, നിങ്ങൾ പുഞ്ചിരി തൂകുക. ഈ കഷ്ടം ഞാൻ കൂടുതൽ ആനന്ദത്തോടെ ദൈവത്തെ കാണുവാൻ, നിത്യതയിൽ എനിക്കുള്ളതായ ഒരു നല്ല അവസരമാണെന്ന് സ്വയം കണ്ടെത്തുക. പ്രത്യാശയോടെ പാട്ടുപാടുക. ഒരു നല്ല നാളെ ഉണ്ട് നിശ്ചയം. ഒരിക്കലും നിരാശപ്പെടരുതേ, പ്രിയൻ നിന്നെ കൈവിടില്ല എന്ന പ്രിയൻ്റെ വാഗ്ദത്തമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വെച്ച ആ ചിന്ത എത്ര മനോഹരമാണ്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ ആകമേയുള്ളവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കും. എന്തോരം കഷ്ടതയാ പൗലോസ്ലീഹ സഹിച്ചത്, എന്തുമാത്രമാണ് വേട്ടയാടപ്പെട്ടത്, ഒരിക്കൽ പോലും തളർന്നില്ല. ശരീരത്തിന് വന്ന ക്ലേശങ്ങളെല്ലാം ആത്മാവിൻ്റെ ഉണർവിനും ബലത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കുമായി ഉപയോഗിച്ചു. അതുകൊണ്ട് നമ്മൾ നേരിടുന്ന നൊടിനേരത്തേക്കുള്ള കഷ്ടം സാരമില്ല, അത് അനവധിയായി തേജസ്സിന് നിത്യഘനമായി വെളിപ്പെട്ടു വരും. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് പരിപൂർണമായി ഉറയ്ക്കാം. ഈ ലോകത്ത് കഷ്ടമുണ്ട്, സാരമില്ല, കഷ്ടങ്ങളെ ജയിച്ചവൻ കൂടെയുണ്ട്. ക്രൂശിലേക്ക് നോക്കുക, അവൻ നമ്മെ ബലപ്പെടുത്തും, അവൻ നമ്മെ അഭിഷേകം ചെയ്യും, അവൻ നമ്മെ ശക്തീകരിക്കും, അവൻ നമ്മെ ഊർജ്ജസ്വലരാക്കും. അവൻ സഹിച്ചവനാണ്, അതുകൊണ്ട് അവന് സഹിച്ചവരെ പെട്ടെന്ന് മനസ്സിലാകും. ആശങ്ക വേണ്ട, അസ്വസ്ഥതപ്പെടേണ്ട, മനസ്സ് പുതുക്കുക, ധൈര്യപ്പെടുക, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, എത്ര മധുരമനോഹരമായൊരു ചിന്തയാണ് ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ചത്. ഈ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും എത്ര നൊമ്പരപ്പെട്ടാലും സാരമില്ല, അകമയുള്ള മനുഷ്യൻ ബലപ്പെടട്ടെ. ഈ ലോകത്തിൻ്റെ ലഘുവായ കഷ്ടം സാരമില്ല, അത്യന്തം തേജസ്സിൻ്റെ ഘനം കാത്തിരിക്കുന്നു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഈ ശരീരം വിട്ട് കർത്താവിനോട് കൂടെ ഇരിപ്പാൻ അധികം വാഞ്ചിക്കുന്നതായി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞല്ലോ. ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ
അധികം വാഞ്ചിക്കുന്നുവെന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിച്ചല്ലോ. കേട്ട ദൂത്, കേൾപ്പിച്ച ദൂത് ഞങ്ങൾക്ക് അഭിഷേകത്തിനായി, അനുഗ്രഹത്തിനായി, സമാധാനത്തിനായി, പ്രത്യാശയ്ക്കായി, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പരിപോഷണത്തിനായി തീരണമേ. ഇനി ഞങ്ങളെ കേട്ട ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയായി, വലിയ ദർശനമായി ഞങ്ങളെ തിരുസന്നിധിയിൽ യോഗ്യത കണ്ടെത്തുവാൻ സഹായിക്കട്ടെ. അവിടുന്ന് കരുതിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. മഹത്വം കർത്താവ് എടുക്കുമാറാകണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.